അഊദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്യൂ സ്പോട്ടിനോടൊപ്പമുള്ള നിങ്ങളുടെ യാത്ര മനോഹരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എഴുത്തും പഠനവുമായിട്ട് ചിന്തയുമായിട്ട് അതിനോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മനുഷ്യരെക്കുറിച്ച്, മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ ചില മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഉദാഹരണങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഒരു മനുഷ്യൻ ധാരാളമായിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ നന്നായിട്ട് അധ്വാനിക്കും, അതോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനെ ചെലവഴിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം നാളെ എനിക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അതുവഴി എനിക്ക് സ്വർഗം ലഭിക്കണം എന്ന വലിയൊരു നീയത്ത് വെച്ചല്ല ചെലവഴിക്കുന്നതെന്നിരിക്കട്ടെ. ആ മനുഷ്യൻ ആ ധനം ചെലവഴിക്കുന്നത് ആളുകൾ തന്നെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ നോക്ക്, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ് കേട്ടോ, ഇയാൾ വലിയൊരു മനുഷ്യനാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എന്ന് ആളുകൾ പൊക്കി പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതല്ല എങ്കിൽ വേറൊരു മനുഷ്യനെ സഹായിച്ചു എന്നിട്ട് ആ മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കാം, നിനക്കെന്താ എന്നെ കാണുമ്പോൾ ഒരു ബഹുമാനം ഇല്ലാത്തത്? നീ എന്താ എന്നെ കണ്ടിട്ടൊന്ന് റെസ്പെക്റ്റ് ചെയ്യാത്തത്? ഞാൻ നിനക്ക് ചെയ്തു തന്ന സഹായമൊക്കെ മറന്നോ? നിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സാധിച്ചത് ഞാൻ നിനക്ക് ചെയ്തു തന്ന സഹായം കൊണ്ടാണ്. നിനക്ക് ആ വീട് വെക്കാൻ സാധിച്ചത് എൻ്റെ പണം കൊണ്ടാണ്. നിൻ്റെ മകളെ രോഗിയായിരുന്നപ്പോൾ ചികിത്സിക്കാൻ സാധിച്ചത് അത് ഞാൻ തന്ന പണം കൊണ്ടാണ്. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ, അത് കേൾക്കുമ്പോൾ വേറൊരു മനുഷ്യൻ അനുഭവപ്പെടുന്ന ആത്മസംഘർഷം, അല്ലെങ്കിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? അവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ. ഒരു മനുഷ്യൻ താൻ സഹായിച്ചതിൻ്റെ പേരിൽ അഹന്ത നടിക്കുകയും, വേറൊരു മനുഷ്യൻ തനിക്കില്ലാഞ്ഞിട്ടല്ലേ എന്ന് വേദനിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അഭിമാനം വ്രണപ്പെടുന്നതിൻ്റെ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ഒരു സ്വഭാവത്തെ കൃത്യമായിട്ട് ചികിത്സിക്കുകയാണ്. വളരെ മനോഹരമായ ചിന്തയോടുകൂടി നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മളുടെ ചിന്തയെ ഉണർത്തുന്ന, നമ്മുടെ സ്വഭാവത്തെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റുന്ന ഒരു ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്ത്, 264-ാമത്തെ ആയത്താണ്. يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. അള്ളാഹു ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു വെക്കുന്നത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ കൊടുത്തത് വിളിച്ചു പറഞ്ഞും കൊടുത്ത മനുഷ്യനെ ശല്യം ചെയ്തും നിങ്ങൾ പാഴാക്കി കളയാതിരിക്കുക. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ ധനം ചെലവഴിക്കുന്നവനെ പോലെ നിങ്ങളായിത്തീരരുത്. അതിൻ്റെ ഉദാഹരണം ഇതുപോലെയാവുന്നു. ഒരു ഉറച്ച പാറപ്പുറം, അല്ലെങ്കിൽ ഒരു പാറ, അതിൽ ആ പാറപ്പുറത്ത് കുറച്ച് മണ്ണുണ്ടായിരുന്നു. നല്ല മഴ പെയ്തപ്പോൾ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി. പാറപ്പുറം മിനുത്ത പാറപ്പുറം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്തു. ഈ കൂട്ടർ ധർമ്മങ്ങളെന്ന്, അല്ലെങ്കിൽ നന്മയെന്ന് കരുതി ചെയ്തു കൂട്ടുന്നതൊന്നും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. നിഷേധികളായ ജനത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ രീതിയല്ല. ഇത് ഒരു വളരെ മനോഹരമായ, അടിപൊളിയായ ഒരു ഉദാഹരണമാണ്. നമ്മളെ വല്ലാതെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. നിങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്ത സഹായത്തെ വിളിച്ചു പറഞ്ഞ്, അല്ലെങ്കിൽ ആളുകളോട് പൊങ്ങച്ചം പറഞ്ഞു നടന്നാൽ, ആളുകൾക്കതിങ്ങനെ പരസ്യപ്പെടുത്തി നടന്നാൽ, മറ്റുള്ളവർ കാണുവാൻ വേണ്ടി നിങ്ങളങ്ങനെ ചെലവഴിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സഹായിച്ച ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, അവൻ്റെ എല്ലാവിധ അഭിമാനത്തിനെയും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ആ മനുഷ്യനെ നിങ്ങൾ ശല്യം ചെയ്താൽ, അത് നിങ്ങൾക്ക്
പിന്നീട് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കില്ല. എന്നിട്ട് അള്ളാഹു പറയാണ് ഒരു കൃത്യമായത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം. അത് നിങ്ങൾ കാണുന്നത് വലിയൊരു പച്ച പുൽത്തകിടി. അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്, നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്ക്. നല്ലൊരു പച്ച പുൽത്തകിടി ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു കുന്നിൻ മുകളിൽ വലിയ ഒരു പച്ച പുൽത്തകിടി നിങ്ങൾക്ക് ഉള്ളതുപോലെ തോന്നുന്നു. കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് നല്ലൊരു പച്ച പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്ന ഒരു മനോഹരമായ ഒരു കുന്ന്, പച്ചക്കുന്ന്, പുല്ലുകൾ മുളച്ച ഒരു പച്ച വിരിച്ച ഒരു കുന്ന്. പക്ഷെ അത് യഥാർത്ഥത്തിൽ പച്ചക്കുന്നല്ല. അള്ളാഹു പറയാണ് അങ്ങനെ ആ കുന്നിലേക്ക് എന്ത് ചെയ്തു? മഴ പെയ്തു. ആ മഴ പെയ്ത സമയത്ത് പാറപ്പുറത്തുണ്ടായിരുന്ന ആ ചെറിയ ചെറിയ ചെടികളുണ്ടല്ലോ, അത് മണ്ണുൾപ്പെടെ എന്ത് ചെയ്തു? ഒലിച്ചുപോയി. ഒടുവിൽ പാറപ്പുറം, അതൊരു പാറയായിരുന്നു, ആ പാറയായി അവശേഷിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഭൂമിയിൽ മുളച്ച ചെടികളായിരുന്നില്ല. അങ്ങനെ ഭൂമിയിൽ മുളച്ച ചെടികളായിരുന്നെങ്കിൽ അതിങ്ങനെ വളർന്ന് വലിയ വൃക്ഷങ്ങളാകുമായിരുന്നു. അതിൽ നിന്നും കായ്ഫലങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് നല്ല പച്ചച്ച് നിൽക്കുമായിരുന്നു. വലിയ വൃക്ഷങ്ങളായിട്ടതൊരു കാടായിട്ട് മാറുമായിരുന്നു, അല്ലേ? വലിയൊരു വൃക്ഷക്കൂട്ടമായിട്ടത് മാറുമായിരുന്നു. അല്ലെങ്കിൽ കണ്ണിന് നല്ല കുളിർമ ലഭിക്കുന്ന, ടൂറൊക്കെ പോകുന്ന സമയത്ത് നല്ല പച്ച വിരിച്ച പുൽത്തകിടിയിലിരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആഴത്തിൽ വേരുള്ള ഒരു പച്ചപ്പുൽ പ്രദേശം അതാകുമായിരുന്നു. പക്ഷേ അതെന്തല്ല, യഥാർത്ഥത്തിൽ അത് ഒരു പച്ച വിരിച്ച ഒരു വൃക്ഷം അല്ലെങ്കിൽ കാടോ വലിയ വൃക്ഷങ്ങളാകാൻ പോകുന്ന ഒന്നുമല്ല. അതൊരു പാറപ്പുറത്ത് കാറ്റൊക്കെ വന്ന സമയത്ത് മണ്ണെന്ത് ചെയ്തു? ഈ പാറയുടെ പുറത്തേക്ക് എന്ത് ചെയ്തു? കാറ്റ് വന്ന സമയത്ത് ആ മണ്ണ് പാറപ്പുറത്ത് വീണു. ചെറിയ മഴ കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അവിടെ എന്ത് ചെയ്യും? മുളക്കും. ഇപ്പോൾ പാറപ്പുറത്ത് ആ മണ്ണിനോടൊപ്പമുള്ള വിത്തുകൾ മുളച്ച് അവിടെ ചെറിയ ചെടികളായിട്ട് രൂപപ്പെടും. ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്ക് വിചാരിക്കുക അത് യഥാർത്ഥത്തിൽ നല്ലൊരു പച്ച വിരിച്ച ഒരു പുൽപ്രദേശമാണെന്നാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫഅസ്വാബഹു വാബിലുൻ, അവിടെ ഒരു കനത്ത മഴ വർഷിച്ചു. ആ സമയത്ത് ഫതറക്കഹു സ്വൽദ, അത് വീണ്ടും മൊട്ടക്കുന്നായിട്ട് അവശേഷിച്ചു. ഒന്നുമില്ലാത്ത മൊട്ടക്കുന്നായിട്ട് അത് മാറുകയും ചെയ്തു. ഇത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ ഇതിൻ്റെ ഒരു സാഹിത്യം, അതിൻ്റെ ഒരു കാവ്യമനോഹരമായ ഒരു ശൈലി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെലവഴിച്ചാൽ, നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലതും നമ്മൾ ചെലവഴിച്ചാൽ അത് ഒരു ധാന്യമണിയാണ് വിതക്കുന്നതെങ്കിൽ അത് 7 കതിരുകളാകും. പറ, 7 കതിരിൽ എത്ര ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്? 7 കതിരിൽ 100 നെന്മണികളുണ്ടാകും. അങ്ങനെ ഒരു കതിർ മുളപ്പിക്കുന്ന സമയത്ത് 7 കതിരുകളും അതിൽ 100 നെന്മണികളും ഉണ്ടാകും. അപ്പോൾ ഇഷ്ടം പോലെ ഒരു വയൽപ്പാടം മുഴുവൻ, കുറച്ച് വിത്തുകളെ നമ്മൾ പാകിയിട്ടുണ്ടാകും, പക്ഷേ മുളച്ചു വരുമ്പോൾ ധാരാളം വിത്തുകൾ, ധാരാളം നെന്മണികൾ നമുക്ക് പ്രതിഫലമായി പകരമായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളൊരു സൽക്കർമ്മം ചെയ്താൽ അത് ഭൂമിയിൽ ആഴത്തിൽ വേരു ഊന്നി അതൊരു വലിയ വടവൃക്ഷമായിട്ട് തീരും. നല്ല ഉറപ്പുണ്ടാകും. അത് ഒരു മഴ പെയ്താലൊന്നുമില്ല, ഒലിച്ചു പോവില്ല. മറിച്ച് നിങ്ങൾ ഈ ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ആളുകൾ നിങ്ങളെക്കുറിച്ച് പൊക്കി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, റിആ അന്നാസ്, ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, എന്തല്ല വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചു കൊണ്ടല്ല നിങ്ങൾ അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്. അത് ഫമസലഹു കമസലി സഫ്വാനി, ഒരു പാറപ്പുറം പോലെയാകുന്നു. അലൈഹി തുറാബ്, എന്താ തുറാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം? മണ്ണ്, അതിൽ മണ്ണുണ്ട്. ഫഅസ്വാബഹു വാബിലുൻ, അസ്വാബ എന്ന് പറഞ്ഞാൽ ബാധിക്കുക, വാബിൽ എന്ന് പറഞ്ഞാൽ മഴ, അതിലൊരു മഴ ബാധിച്ചു അല്ലെങ്കിൽ അതിലേക്ക് മഴ വർഷിച്ചു. ഫത്തറക്ക, തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഫതറക്കഹു സ്വൽദ, അത് വീണ്ടും ഒരു മൊട്ടക്കുന്നായിട്ട് മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ഒരു നാണയം, അല്ലെങ്കിൽ 1 രൂപ, അതല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ള സഹായം, അതെങ്ങനെ ആവട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അവർ പല വിധത്തിൽ സഹായിക്കുന്നവരാണ്. ഫിസ്സറാഇ വല്ലറാ, നമുക്ക് നല്ല സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടാകുമ്പോഴും സാമ്പത്തികമായിട്ട് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകുമ്പോഴും ചിലവഴിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചിലവഴിക്കും. രഹസ്യമായിട്ട് ചിലവഴിക്കുന്ന സമയം ഉണ്ടാവും ചിലപ്പോൾ, ആരും കാണാതെ.
ചിലവഴിക്കേണ്ട. ചിലപ്പോഴും പരസ്യമായിട്ട് ചിലവഴിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പരസ്യമായിട്ട് ചിലവഴിക്കേണ്ടി വരുമെന്ന്? ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഇന്ന മനുഷ്യന് വീട് കെട്ടണം, അല്ല ഇന്ന വിദ്യാർത്ഥിക്ക് വീട് കെട്ടണം. ആരാണ് ധാരാളമായിട്ട് ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യണം? പൈസ സമാഹരിക്കണം. കളക്ട് ചെയ്താലേ മാത്രമേ നടക്കൂ. ആരാണ് ആദ്യം വലിയൊരു തുക ഓഫർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഞാനിതാ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പരസ്യമായിട്ടും രഹസ്യമായിട്ടും ചിലവഴിക്കുന്നവർ, സാമ്പത്തികമായിട്ട് ഞെരുങ്ങി നിൽക്കുമ്പോഴും സാമ്പത്തികമായിട്ടുള്ള സമയത്തും ചിലവഴിക്കുന്നവർ. അള്ളാഹു പറയുന്നുണ്ട്, ഇങ്ങനെ ചിലവഴിക്കുന്നവർക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അള്ളാഹു പറയാണ്, മനുഷ്യർ കാണാൻ വേണ്ടി ചിലവഴിച്ചത് അത് അവിടെ തീർന്ന് അല്ലേ. 1,00,000 കൊടുത്തത് ഒരു വാക്കുകൊണ്ട് പോക്കിക്കളഞ്ഞ്. 1,00,000 നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയാണ്, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കൊടുത്തതാണ്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആ മനുഷ്യനോട് പറയാണ്, നിനക്കെന്താ എന്നെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തത്? ഞാൻ അത്യാവശ്യം 1,00,000 ഇട്ടിന് കേട്ടോ എന്ന് പറഞ്ഞാലോ തീർന്നു. ഒരു നിമിഷം കൊണ്ട് അതില്ലാണ്ടായി. മഴ വീണപ്പോൾ മണ്ണൊലിച്ചു പോയതുപോലെ. എന്നിട്ട് അള്ളാഹ് പറയാണ്, പിന്നീട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവൻ സമ്പാദിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നും ഒന്നും അവന് അനുഭവിക്കാൻ കഴിയില്ല. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോഴേ ഞാൻ ഇത്രയൊക്കെ ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് അക്കൗണ്ട്? നമ്മുടെ കർമ്മ പുസ്തകത്തിൽ ഒന്നും തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. ഒക്കെ മനുഷ്യർ കാണാൻ വേണ്ടി ചിലവഴിച്ചു. അത് കൊടുത്ത മനുഷ്യനെ പറഞ്ഞിടങ്ങാറാക്കി ഈഹലോകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്തു, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ബാക്കിയൊന്നും ഉണ്ടാവുകയും ചെയ്യുകയില്ല. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. ഇതിന് നമ്മൾ ഒരു വർത്തമാനം പറയുമ്പോഴും ചിലവഴിക്കുന്ന സമയത്ത് അതെന്താവട്ടെ, ഒരാൾക്ക് കൊടുക്കുന്ന സഹായം അത് സാമ്പത്തികമാവാം, എന്തുമാവാം അല്ലേ. ഒരു പുഞ്ചിരിയാവാം, ഒരു കൈപിടിക്കലാവാം, ഒരു സാധനം പൊക്കി അവരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒന്ന് കൈപിടിച്ച് സഹായിക്കുന്നതാവാം, എന്തും ആവാം. എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അതൊരിക്കലും നിങ്ങൾ മനുഷ്യർ കാണുവാൻ വേണ്ടിയല്ല ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉറപ്പിക്കുവാൻ വേണ്ടി. അള്ളാഹുവിലും അന്ത്യനാളിൽ, അതുകൊണ്ടാണ് ഈ ആയത്തിൽ അങ്ങനെ വന്നത്. അള്ളാഹുവിലും നാളെ പരലോകമുണ്ട്. അള്ളാഹിൻ്റെ മുമ്പിൽ എനിക്ക് പ്രതിഫലം കിട്ടണം, എനിക്ക് സ്വർഗത്തിൽ പോകുവാനുള്ള ആ പുസ്തകത്തിൽ കനമുണ്ടാവണം, എൻ്റെ മീസാനിൽ കനമുണ്ടാവണം, എൻ്റെ തുലാസ് തൂങ്ങണം, എൻ്റെ തുലാസിൽ കനമുള്ള നന്മയായിട്ട് ഈ ഞാൻ ചിലവഴിച്ചതുണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ തീർച്ചയായിട്ടും നാട്ടുകാരെ കാണിക്കുവാൻ വേണ്ടിയായിരിക്കില്ല, ആളുകളിത് പറഞ്ഞ് ഉപദ്രവിക്കാൻ വേണ്ടിയായിരിക്കില്ല, മറിച്ച് പാറപ്പുറത്തെ മണ്ണ് പോലെ മഴ വരുമ്പോഴത്തേക്ക് പോവുകയും ചെയ്യില്ല. അത് മണ്ണിലുറച്ച വലിയ വേരുകളുള്ള, ഒരുപാട് ശാഖയും ശിഖരങ്ങളുമുള്ള, കായ്ഫലങ്ങളുള്ള വടവൃക്ഷമായിട്ടത് മാറും. ആ പ്രതിഫലം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കാണുകയും ചെയ്യും. ഇങ്ങനെ ദാനധർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മത പാലിക്കാൻ, അതിങ്ങനെ ചെലവഴിക്കുന്നവരിങ്ങനെയാണ് കേട്ടോ എന്ന് കൃത്യമായിട്ട് അള്ളാഹു ഈ ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തീർച്ചയായിട്ടും ആലോചിക്കുക, ചിന്തിക്കുക. അതുവഴി നമ്മളുടെ പാരൻസിനെയും നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെയും വിശുദ്ധ ഖുർആനിൻ്റെ ഈ അതിമനോഹരമായ ഉപമ പഠിപ്പിച്ചു കൊടുക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഭാവിയിൽ നമുക്ക് വലിയൊരു തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടാക്കാനും ഇത്ര ആയത്തുകൾ നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.